ലീഗ് കൊടുക്കുന്ന വീടാണ്. ചുവരിൽ ആണി അടിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരോട് സമ്മതം വാങ്ങേണ്ടി വരും എന്നാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലീഗ് കൊടുക്കുന്ന വീട് ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായി ഈ ഒരു പിക്ചർ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്, ഫേക്ക് ന്യൂസസ്. അപ്പോൾ ഈ അതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വീട് ഒന്നിനെ തട്ടി 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 നിൽക്കുന്ന പോലെയാണ് പിക്ചർ കാണിക്കുന്നത്. കുറച്ച് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ, ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയായാലും ഒരുപോലെ തട്ടി നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുള്ളൂ. അതിനിപ്പം നമ്മളിപ്പോൾ ഒരാളെ, ഇപ്പം നമ്മളിങ്ങനെ ഒരാളെ സെൽഫി ഇങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ നമ്മളവിടെ ടച്ച് പോലും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ടച്ച് ചെയ്ത പോലെ ഫീൽ കാണിക്കും. അത് ഇങ്ങനെ എടുക്കുമ്പം വരുന്ന സംഭവമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. കുറച്ച് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം. അത് തട്ടലും മുട്ടലും ഇതൊന്നും ഇല്ലാതെ വീടും ടച്ച് ചെയ്തിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ടച്ച് ചെയ്ത് ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് പൊട്ടന്മാരല്ല, മനസ്സിലായോ? ഇത് ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടല്ല മുസ്ലിം ലീഗ് വീട് കൊടുക്കണം. ബൈത്തുർ റഹ്മാൻ എന്നുള്ള പേരിൽ ഒരുപാട് പാവപ്പെട്ട ജാതിഭേദമന്യേ രാഷ്ട്രീയമന്യേ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കിട്ടിയിട്ടുണ്ട്. അതും സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ, അപ്പം നമ്മുടെ പേരിലാവണ വീടാണത്. നമ്മൾ സാധാരണ സർക്കാരിൻ്റെ വീട്, ഈ സർക്കാരിൻ്റെ എന്നല്ല, ഏതൊരു സർക്കാരിൻ്റെ വീടും നമുക്ക് സാധാരണ ഇന്ന വർഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സ്വന്തം വീടായിട്ടാണ് അവർ തരുന്നത്. ബൈത്തുർ റഹ്മാൻ്റെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് പോരുന്നൊരു സംഗതിയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ സേവനം. ഇത് നല്ല KMCC വഴി ഒരുപാട് ജനസേവനം ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാലങ്ങളായിട്ട്, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഫുഡ് ഉച്ചഭക്ഷണം KMCCൻ്റെ വകയാണ്, CH സെൻറ്ററിൻ്റെ ഒക്കെ. അങ്ങനെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കാരുണ്യ പ്രവർത്തനം മുസ്ലിം ലീഗ്. ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്പ്രെഡാക്കുന്നുണ്ട്. ഇവരെ ആളുകൾ ഇങ്ങനെ സ്പ്രെഡാക്കുന്നുണ്ട്. ആണി അടിക്കണമെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം. കുറച്ച് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം. ഇനിയിപ്പം അതല്ല, അങ്ങനെ ആക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ നടക്കട്ടെ, അല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് എന്താ പറയുക, ഒരു നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, അതാണ്. ഇതിപ്പോൾ ശരിക്കൊരു സർക്കാരിൻ്റെ കീഴിലല്ല, ഒരു പാർട്ടിയുടെ ഒരു സേവനമാണ് ഇത്. അത് അതിൻ്റെ രീതിയിൽ കണ്ടാൽ മതി. പക്ഷെ അതങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, പാർട്ടി വേറെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇതാണ് സംഭവം. ഇനി അതിൻ്റെ വീഡിയോ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതൊന്ന് കാണാം. ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഇതിൽ ഒരു വീട് ഒന്നിനെ തട്ടിങ്ങാണ്ടല്ല നിൽക്കുന്നത്, ഗ്യാപ്പ് ഉണ്ട്. വീട്ടിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് വീട് ഉള്ളത്. അല്ലാതെ ഒരു വീടിനെ ചാരിങ്ങാണ്ട് മറ്റൊരു വീട് വെക്കാൻ മുസ്ലിം ലീഗിലെ ആൾക്കാർ പൊട്ടന്മാരല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീട് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണെന്നുള്ളത് അത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സിമെൻറ്റും കട്ടയല്ല, ചെങ്കല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് വളരെ ഉപകാരമായിട്ടുള്ളൊരു സംഗതിയാണിത്. ഇനി ഇതിനെ നെഗറ്റീവ് അടിച്ചിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പം ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത്, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നത്. ഓക്കെ.